നമ്മളുടെ സ്വന്തം സിനിമ ബ്ലോക്ക് ബസ്റ്റർ മൂവി അതിരടിയുടെ സക്സസ് പ്രസ് മീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൊക്കേഷൻ വെച്ചിട്ട് ബേസിലേക്ക് ഒരു കഥ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് ആലോചിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു ക്യാമ്പസ് ഒരു ഓളം തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കഥയാണ് ആലോചിച്ചത്. അപ്പോൾ കോളേജിലുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫെസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത അങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് നമുക്ക് ആലോചിക്കാം. ബിക്കോസ് ഞാൻ കോളേജ് പഠിച്ച സമയത്ത് എൻ്റെ കോളേജ് ഉണ്ടായിരുന്ന കുറേ ഇവൻറ്റുകൾ, സ്പോർട്സിൻ്റെ കോളേജ് നടന്ന കുറേ ഇവൻറ്റുകൾ, ബേസിൻ്റെ കോളേജ് നടന്ന കുറേ സംഭവങ്ങൾ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ആലോചിച്ചതാണ്. വളരെ അടിപൊളിയായി ക്ലിയർ ആയി നമ്മളിലേക്ക് എത്തിച്ച ഇതിന്റെ റൈറ്റർ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാണ് മിസ്റ്റർ പോൾ സെൻസ്കറിയ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അരിച്ചേട്ടൻ പറഞ്ഞ് കൂടുതലൊന്നും പറയാനായിട്ടില്ല, എല്ലാം വിസ്തീരിച്ച് പറഞ്ഞു. നമ്മുടെ ഇതിൻ്റെ ഒരു ഐഡിയ വരുന്ന സമയം തൊട്ടിട്ട് കോളേജ് ഫെസ്റ്റ്, അത് ഞാൻ കോളേജ് ഫെസ്റ്റ് കോർഡിനേഷൻ ചെയ്തിട്ടുണ്ട്, അരിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ഒരുപാട് സിനിമകളിലും എക്സ്പ്ലോർ ചെയ്യാത്തൊരു പരിപാടിയാണെന്നും അതിനൊരു കോൺട്രാസ്റ്റിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഗാനകുണ്ടാന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റിനെ ബേസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഒരു ഓളം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആ ഒരു വിഷനിലാണ് ഈ പ്രൊജക്റ്റ് തുടങ്ങുന്നത്. അത് ഓളം എന്ന രീതിക്ക് തന്നെ എല്ലാവരും എടുത്തു എന്നുള്ളതിലും ഇപ്പോഴും ബുക്കിങ്ങിനൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന 15-16 ദിവസത്തിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓഫ്കോഴ്സ് തോട്ടക്കൂട്ടൻ നമുക്ക് ടോയിച്ചേട്ടൻ്റെ ഏറ്റവും നല്ല ക്യാരക്ടർ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുമ്പോൾ നമുക്കതിൽ അത് നമുക്ക് എഴുതാൻ പറ്റിയതിലും അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ നിൽക്കാൻ പറ്റിയതിലും ഒരുപാട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ടോയിച്ചേട്ടൻ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത്. അത് എത്രയോ നമ്മളിപ്പോൾ 10 കൊടുത്തെങ്കിൽ അതിൽ ഇൻറ്റു 100 ഇങ്ങോട്ട് ഒരു ഔട്ട്പുട്ട് തന്ന സമയത്തുണ്ടായ സന്തോഷം നമുക്ക് ഷൂട്ടിംഗ് സമയത്തുണ്ടായിരുന്നു. തിയേറ്ററിൽ അത് അടിപൊളിയായിട്ട് വർക്കാവുകയും ചെയ്തു. ഇനി നമ്മൾ വിളിക്കാൻ പോകുന്നത് ഓരോ സിനിമയിലും ഓരോ ക്യാരക്ടർ ചെയ്ത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചില സിനിമ കാണുമ്പോൾ നമുക്കൊരു ഇട്ടി വെച്ച് കൊടുക്കാൻ തോന്നും. ഈ സിനിമ കണ്ടപ്പോൾ എനിക്കൊന്ന് ഹഗ് ചെയ്തിട്ട് സോക്കടാ എല്ലാം ശരിയാവും എന്ന് പറയാൻ തോന്നിയ ഒരാളെയാണ് നമ്മുടെ സ്വന്തം ജോസഫ് വിഷ്ണു അഗസ്ത്യ. പ്ലീസ് കം ഫോർവേഡ്. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം തീർച്ചയായിട്ടും അതിനുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു അത്. ആൻഡ് ഐ തിങ്ക് ഈ ഒരു മൂവിയിൽ ഇമോഷണലി ഏറ്റവും കൂടുതൽ കണക്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു വിഷ്ണു ചേട്ടൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മെസ്സേജ് വന്നിരുന്നോ? എനിക്ക് തോന്നുന്നു നന്നായിട്ട് ആളുകൾ റെസ്പോണ്ട് ചെയ്തത്. കാരണം വടിവാള് തോക്കൊന്നുമില്ല, ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് സോഫാർ ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് നരേഷൻ ഇവര് തന്നതാണ്. അപ്പൊ എനിക്ക് ആദ്യം ഈ കഥാപാത്രം എന്താണെന്നും അല്ലെങ്കിൽ ഈ കഥാപാത്രം എങ്ങനെ ചെയ്യണം എന്നുള്ള സംഭവത്തേക്കാൾ കൂടുതൽ ഹോൾ പാക്കേജ് കേൾക്കുമ്പോൾ ഇതിൽ എന്താണെങ്കിലും വിളിച്ചോളൂ, നമുക്ക് വർക്ക് ചെയ്യാം എന്ന് തോന്നുന്ന ഇതായിരുന്നു. പിന്നെ ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു വർക്ക് ചെയ്യാൻ. എൻ്റെ കഥാപാത്രം അഭിനേതാവ് ഭയങ്കര കരയാണെങ്കിൽ പുറത്ത് ഭയങ്കര ഫണ്ണായിരുന്നു. ഫിലിമും എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എസ്പെഷ്യലി ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു എനിക്ക് ഷാനിക്ക അതില്. കാരണം ഞാൻ നമ്മള് ആസ് എ മ്യൂസിക് ഡയറക്ടർ ഒക്കെ കണ്ടിട്ടുണ്ട്, ബട്ട് ഭയങ്കര ടൈമിംഗ് ഉള്ള ഭയങ്കര രസമുള്ള ആക്ടിങ് ആയിരുന്നു. പിന്നെ ബേസിൽ പിന്നെ ഞാൻ തോട്ടക്കുട്ടനെ ഏറ്റവും കൂടുതൽ മിസ്സായത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മള് തിയേറ്ററിൽ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ തിയേറ്ററിലെ ആളുകൾ തോട്ടക്കുട്ടനോട് റെസ്പോണ്ട് ചെയ്യുന്നത് കാണാൻ പറ്റിയില്ല. അപ്പോൾ പക്ഷെ നമ്മൾ ഇവിടുന്ന് ആളുകളുടെ റെസ്പോൺസ് പരമാവധി വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ടോവിയുടെ സോഫാറുള്ള ഒരുപാട് നമ്മൾ ഓർത്തു വെക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളിൽ ഒന്ന് തോട്ടക്കുട്ടൻ തന്നെയായിരിക്കും. ഷാനിക്കയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവല്ലോ അല്ലേ? ഓക്കെ. അപ്പോ ഇന്റർവ്യൂല് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പേരൊക്കെ തന്നു, നിങ്ങളുടെ പാവം ഷാനിക്കും വിനീതേട്ടനും മാത്രം നിങ്ങൾ ഒരു പേര് കൊടുത്തില്ല, ബട്ട് വൈ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മൂവി കാണുമ്പോൾ മനസ്സിലാവുന്നു. ആക്ച്വലി ദാറ്റ് വാസ് വെരി റൈറ്റ്. ആ ഒരു മൂവി കണ്ടപ്പോഴാണ് ശരിക്കും അതിന്റെ ഒരു ഇമ്പാക്ട് മനസ്സിലായത്. എനിക്കൊന്ന് ഷാനിക്കുന്നതൊക്കെ കുറെ കേട്ട് മടുത്തിരിക്കാൻ തോന്നുന്നു അല്ലേ? അതാണോ ഈ ഒരു സായിഭാവം? ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, യു ഡിഡ് എ ഫാന്റാസ്റ്റിക് ജോബ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. പ്രത്യേകിച്ച് ആ ഓട്ടം എല്ലാം അടിപൊളിയായിരുന്നു. അല്ല, ഞാൻ ഓർത്തത് നമ്മള് ഒരു 10-16 വർഷമായിട്ട് കുറെ സിനിമകൾ ചെയ്തു, പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരുപാട് പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പാട്ടുകളെക്കാളും ശ്രദ്ധിക്കപ്പെട്ടത് ഒരു ഓട്ടം ആണെന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു സംഭവം നമുക്ക്
മനസ്സിലാവുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി അത് അതിൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു ബ്രില്യൻസും അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഒരു ബ്രില്യൻസും പിന്നെ അവിടെ ആ മ്യൂസിക്കിൽ വരുന്ന സ്വിച്ചും ഒരുപാട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ആ ഒരു കാരണം ഞാൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് നേരെ ഞാൻ ഓടുന്നതാണ്. അപ്പൊ അത് ഇവരുടെയൊക്കെ ഒരു വലിയൊരു കൈയുണ്ടതില്ല. ഞാൻ ഒറ്റയ്ക്കായിട്ട് ഞാൻ അതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇല്ല എന്ന് പറയുന്നത് ഞാൻ ഓടുന്നു, അത്രേ ഉള്ളൂ. കാരണം വേറെ ഒന്നും ഞാൻ അതിനകത്ത് ചെയ്യുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഇപ്പം പ്രസന്റ് അല്ലാത്ത ആളുകളുണ്ട്. ഇപ്പം വിഷ്ണുണ്ട്, ചമനുണ്ട്, വിനീതുണ്ട്, ബേസിയുണ്ട്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ വേറെയും ഒരുപാട് പേര് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുണ്ട്. അപ്പം ഈ സക്സസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇത്രയും പേര് ഉള്ളുവെങ്കിലും ഇത് നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാനുള്ള ഒരു മൊമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ ഒരു റോൾ ഇതെന്ന് ഞാൻ ഇവനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം ഇവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത് പോൾസനാണ് അതിന്റെ പിന്നിൽ നിന്ന്. അപ്പൊ പോൾസൺ ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓ മൈ ഗോഡ്, ഇത് കണ്ടപ്പോ ഗൂസ്ബംസ് തോന്നിയില്ലേ? എന്ത് തോന്നി സ്വന്തമായി കണ്ടപ്പോ? അല്ല ഇത് അത് എനിക്ക് ഈ പാട്ട് എനിക്ക് ആദ്യമായിട്ടൊരു ഇതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾപ്പിച്ച് തന്നപ്പോൾ തന്നെ അതൊരു ഗൂസ്ബം ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ റിലീസിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതെനിക്കും പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര ഫോമോ ഉണ്ടായിരുന്നു. കാര്യം ഇവരുടെ കൂടി എടുത്തിട്ട് തിയേറ്ററിൽ തന്നെ ആസ്വദിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഓൾറെഡി കുറേ ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടാണ് അതിൽ ഹാപ്പി നോട്ടിൽ പോയ കാരണം കൊണ്ട് ആ ഫോം ഒരു ഇച്ചിരി കുറഞ്ഞു കിട്ടി. പക്ഷെ എന്നാലും ഞാൻ അവിടെ ഉള്ള സമയത്തും ഞാൻ വിളിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. റിലീസിൻ്റെ അന്ന് ഞാൻ ആ സമയത്ത് ഞാനും ഭാര്യയും പറഞ്ഞ കൂടിയിട്ട് വിയന്നയിൽ ഒരു തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. അതും നല്ലൊരു പാക്ട് തിയേറ്ററായിരുന്നു. മുഴുവൻ മലയാളികൾ തന്നെയായിരുന്നു അവിടെ. അപ്പോൾ അവിടെയും ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ആ ഒരു ഇവിടെ നിന്ന് കിട്ടാത്ത ആ ഒരു സ്നേഹവും അപ്രിസിയേഷനും അവിടെ നിന്ന് കിട്ടി. അതല്ലാതെ കുറേ പേര് മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ അപ്രിഷിയേറ്റ് ചെയ്തു. ചേട്ടനൊക്കെ പറയാനായിരുന്നു സാധാരണ പടങ്ങൾ കണ്ടിട്ട് വിളിക്കാത്ത ആൾക്കാരൊക്കെ ഈ പടം കണ്ടിട്ട് വിളിച്ചിട്ട് ഞാൻ നന്നായിട്ടുള്ളതൊക്കെ ചേട്ടനോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അത് സിനിമ ഇത് ഇത്തിരി റിസ്കി പരിപാടിയാണ് എന്നുള്ളത് നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതിന് മുമ്പേ അറിയാം.